നമസ്കാരം. നമ്മൾ ഇന്ന് ഒരൽപ്പം ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾ നൽകിയ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി. വിഷയം സാഹിത്യ വിമർശനം അല്ലെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ വാക്കായിട്ടൊക്കെ തോന്നാം. പക്ഷെ എന്താണിത്? ഒരു പുസ്തകം വായിച്ചിട്ട് കൊള്ളാം കൊള്ളില്ല എന്ന് പറയുന്നതാണോ? ഒരു സാധാരണ റിവ്യൂ പോലെ. അതെ. അല്ലെങ്കിൽ എഴുതിയ ആളുപോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരു കവിതയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു തരം ഡിറ്റക്റ്റീവ് പണിയാണോ ഇത്? ഡിറ്റക്റ്റീവ് പണി എന്ന പ്രയോഗം കൊള്ളാം. ഒരു തരത്തിൽ അതും ഇതിലുണ്ട്. ഓക്കെ. ലളിതമായി പറഞ്ഞാൽ ഒരു സാഹിത്യകൃതിയെ നമ്മൾ വെറുതെ വായിച്ചു പോവുകയല്ല. അതിനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിച്ച് വ്യാഖ്യാനിച്ച് പിന്നെ വിലയിരുത്തുന്ന ഒരേർപ്പാടാണ് ഈ സാഹിത്യ വിമർശനം. ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ കൂട്ടുകാരുമായി തർക്കിക്കില്ലേ? അതെ. ആ ക്ലൈമാക്സ് എന്തൊരു ബോറായിരുന്നു, അല്ലെങ്കിൽ ആ കഥാപാത്രം അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ. അതുപോലെ ഒരു ഗൗരവമുള്ള സംഭാഷണം. പക്ഷേ ഇതിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. പിന്നെ 2500 വർഷത്തെ ഒരു ചരിത്രവുമുണ്ട്. അതെ, ആ ചരിത്രമാണ് ഏറ്റവും രസകരം. ഈ സംഭാഷണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപ്പോ ആ വലിയ സംവാദത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെയുള്ളൊരു യാത്രയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. നമുക്ക് നേരെ പുരാതന ഗ്രീസിലേക്ക് പോകാല്ലേ. നമ്മുടെ യാത്രയുടെ തുടക്കം അവിടെ നിന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ വിമർശകൻ എന്ന് വിളിക്കാവുന്ന ഒരാളുണ്ട്, പ്ലേറ്റോ. പ്ലേറ്റോ. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അദ്ദേഹം കവികളുടെ ഒരു വലിയ ഫാൻ ആയിരുന്നില്ല എന്നതാണ്. ഫാൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ. സത്യം പറഞ്ഞാൽ താൻ വിഭാവനം ചെയ്ത ആദർശ രാജ്യത്ത് നിന്ന് കവികളെ നാട് കടത്തണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതെ, പക്ഷെ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. വെറുതെ ഒരു ദേഷ്യം കൊണ്ടല്ല. പ്ലേറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് മിമെസിസ്, അതായത് അനുകരണം, അല്ലേ? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഈ കാണുന്ന ലോകം അത് യഥാർത്ഥമല്ല. അത് സ്നേഹം, സൗന്ദര്യം, ന്യായം തുടങ്ങിയ പൂർണ്ണമായ ആശയങ്ങളുടെ പെർഫെക്റ്റ് ഐഡിയൽസിന്റെ ഒരു നിഴൽപ്പാട് മാത്രമാണ്. ഒരു അനുകരണം. അതെ. അങ്ങനെയെങ്കിൽ കല എന്താണ്? അത് ഈ ലോകത്തിന്റെ, അതായത് അനുകരണത്തിന്റെ മറ്റൊരു അനുകരണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പകർപ്പിന്റെ പകർപ്പ്. അപ്പൊ പ്ലേറ്റോ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ഫിൽറ്റർ ഇട്ട ഫോട്ടോയെ എങ്ങനെയായിരിക്കും കാണുക? യാഥാർത്ഥ്യത്തിന്റെ ഒരു പകർപ്പായ ഫോട്ടോയുടെ മറ്റൊരു പകർപ്പല്ലേ അത്? കൃത്യമായ ഉദാഹരണം. സംശയമില്ല. പ്ലേറ്റോ പറയും അത് സത്യത്തിൽ നിന്ന് 3 പടി അകലെയാണെന്ന്. സോഷ്യൽ മീഡിയയെ ഒരുപക്ഷെ ഏറ്റവും അപകടകരമായ കലാരൂപമായി അദ്ദേഹം കണ്ടേനെ. ശരിയാണ്. അതുമാത്രമായിരുന്നില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം. കല നമ്മുടെ യുക്തിയേക്കാൾ ഉപരി വികാരങ്ങളെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഒരു ദുരന്തകഥ വായിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഒരു വീരകഥ കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഈ വികാരങ്ങൾ ആളുകളെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയും, സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് കല എന്നത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു മനോഹരമായ നുണയാണ്. കവികളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച ഒരു കടുത്ത വിമർശകൻ. ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ വിദ്യാർത്ഥി അരിസ്റ്റോട്ടിൽ. അതെ, അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഈ വിഷയത്തിൽ ഗുരുവിനോട് യോജിച്ചില്ല. കലയെയും സാഹിത്യത്തെയും സംരക്ഷിക്കാൻ മുന്നോട്ടു വന്നു. തീർച്ചയായും. അരിസ്റ്റോട്ടിൽ പറഞ്ഞു, കല അനുകരണം തന്നെ, പക്ഷേ അതൊരു ചീത്ത കാര്യമല്ല. അതൊരു നല്ല കാര്യമാണ്. അതെ. മനുഷ്യർ അനുകരണത്തിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു ദുരന്ത നാടകം, ഒരു ട്രാജഡി കാണുമ്പോൾ പ്രേക്ഷകരിൽ ഭയവും സഹതാപവും പോലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നല്ലതാണോ? അതെ. കാരണം നാടകം കഴിയുമ്പോൾ ആ വികാരങ്ങളെല്ലാം ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നുപോകും. ഇതിനെയാണ് അദ്ദേഹം കഥാർസിസ് എന്ന് വിളിച്ചത്. കഥാർസിസ്, ഒരു തരം ഇമോഷണൽ ഡീറ്റോക്സ് പോലെ. അതുതന്നെ. അതിലൂടെ നമ്മൾ മാനസികമായി കരുത്താർജിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം വാദിച്ചത്. അതുമാത്രമല്ല, സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ബോക്സ് അതുണ്ടാക്കിയത് അരിസ്റ്റോട്ടിലാണെന്ന് പറയാം. ഇതിവൃത്തം, അതായത് പ്ലോട്ട്, കഥാപാത്രം, പ്രമേയം. അതെ, ക്യാരക്ടർ, തീം, ഈ വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. തീർച്ചയായും. ഇവിടെയാണ് അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പ്ലേറ്റോ ചോദിച്ചത് ഒരു കഥയുടെ ഉദ്ദേശമെന്ത്, അത് സമൂഹത്തിന് നല്ലതാണോ എന്നായിരുന്നു. എന്നാൽ അരിസ്റ്റോട്ടിൽ ചോദിച്ചതോ? അരിസ്റ്റോട്ടിൽ ചോദിച്ചത് ഒരു കഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിലെ ഭാഗങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്നായിരുന്നു. ഓക്കെ. കലയുടെ ധാർമ്മിക വശവും അതിന്റെ ഒരു നിർമ്മാണപരമായ വശവും. അതെ. ഈ തർക്കമാണ് പിന്നീടുള്ള 2000 വർഷത്തെ സാഹിത്യ ചർച്ചകൾക്ക് അടിത്തറയിട്ടത്.
അപ്പോ അരിസ്റ്റോട്ടിൽ നമുക്ക് ഒരു കൃതിയെ കീറിമുറിച്ച് പരിശോധിക്കാനുള്ള ടൂൾസ് തന്നു. പക്ഷെ നൂറ്റാണ്ടുകളോളം ആ ടൂൾസ് ഉപയോഗിച്ചത് ആ കൃതി നല്ല സന്ദേശം നൽകുന്നുണ്ടോ, ധാർമ്മികമായി ശരിയാണോ എന്നൊക്കെ നോക്കാൻ മാത്രമായിരുന്നു. ശരിയാണ്. ആ ഒരു ചിന്താഗതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിൽ റൊമാന്റിക് കവികൾ വരുന്നത്. അവർ ചോദിച്ചത് കൃതി എന്തു പറയുന്നു എന്നല്ല, കവിക്കെന്ത് തോന്നുന്നു എന്നാണ്. വളരെ ശരിയാണ്. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. റൊമാന്റിക് കാലഘട്ടത്തിൽ ശ്രദ്ധ മുഴുവൻ കൃതിയിൽ നിന്ന് മാറി കലാകാരനിലേക്ക് തിരിഞ്ഞു. വേർഡ്സ്വർത്ത്, കോൾഡ്രിഡ്ജ്, ഷെല്ലി ഇവരെല്ലാം പറഞ്ഞു കവിത എന്നത് നിയമങ്ങളനുസരിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് അത് പ്രതിഭയുടെയും ഭാവനയുടെയും പിന്നെ ശക്തമായ വികാരങ്ങളുടെയും ഒരു തള്ളിച്ചാട്ടമാണ്. കലാകാരന്റെ വ്യക്തിപരമായ പ്രതിഭ, ഇൻഡിവിജ്വൽ ജീനിയസ്, അതാണ് ഏറ്റവും പ്രധാനം. അതോടെ വിമർശകന്റെ ജോലിയെ മാറി. ഒരു കൃതിയുടെ നിയമങ്ങൾ പരിശോധിക്കുന്നതിന് പകരം എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന്റെ വികാരങ്ങൾ എന്തായിരുന്നു? അതെ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഈ കവിതയിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നൊക്കെ കണ്ടെത്തലായി വിമർശകന്റെ ദൗത്യം. നമ്മളിന്ന് സിനിമകളിലൊക്കെ കാണുന്ന വേദനിക്കുന്ന കലാകാരൻ അല്ലെങ്കിൽ ടൊമെന്റഡ് ആർട്ടിസ്റ്റ് എന്ന ആശയം, അതായത് വലിയ വേദനകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും മഹത്തായ കലയുണ്ടാകുന്നു എന്നൊരു സങ്കല്പമില്ലേ, അത് ശരിക്കും പോപ്പുലർ ആവുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതെ, എഴുത്തുകാരന്റെ ജീവിതം ഒരു താക്കോലായി മാറി. ആ താക്കോൽ ഉപയോഗിച്ച് കൃതിയുടെ അർത്ഥമെന്ന പൂട്ട് തുറക്കാം എന്നായിരുന്നു വിശ്വാസം. ഒരു തരത്തിൽ പറഞ്ഞാൽ വിമർശകർ എഴുത്തുകാരുടെ സൈക്കോളജിസ്റ്റുകളായി മാറി. ശരി, ഇനി നമ്മൾ എത്തുന്നത് 20-ാം നൂറ്റാണ്ടിലേക്കാണ്. കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാകാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. അതെ, ഈ വാൾസ് എന്ന് തമാശയായി വിളിക്കാറുണ്ട്. ശരിയാണ്. കാരണം ഒരു സാഹിത്യകൃതിയെ സമീപിക്കാൻ ഒരുപാട് പുതിയ ലെൻസുകൾ അല്ലെങ്കിൽ കണ്ണടകൾ വന്നു. നിങ്ങൾ ഏത് കണ്ണട വെക്കുന്നോ അതനുസരിച്ച് പുസ്തകത്തിന്റെ കാഴ്ച മാറുമെന്നൊരവസ്ഥ. അതെ, ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ചില പോരാളികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ സംഘം ഫോമലിസ്റ്റുകൾ അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിക്സ്. ഫോമലിസം, ന്യൂ ക്രിറ്റിസിസം. അവരുടെ നിലപാട് വളരെ കണിശമായിരുന്നു. എഴുത്തുകാരൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ, പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, ഇതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങളുടെ മുന്നിൽ ഈ കവിതയുണ്ട്, ഇതിൽ മാത്രം ശ്രദ്ധ. ഒരു മെക്കാനിക് ഒരു എഞ്ചിന്റെ ഭാഗങ്ങൾ അഴിച്ചു പരിശോധിക്കുന്നതുപോലെ. കൃത്യം. അവരൊരു കവിതയിലെ വാക്കുകൾ, രൂപകങ്ങൾ, വിരോധാഭാസങ്ങൾ, അതിന്റെ ഘടന എന്നിവ മാത്രം പഠിച്ചു. ക്ലോസ് റീഡിംഗ് അഥവാ സൂക്ഷ്മമായ വായനയായിരുന്നു ഇവരുടെ പ്രധാന ആയുധം. പക്ഷേ അതിലൊരു പ്രശ്നമില്ലേ? ഒരു പുസ്തകത്തെ അതിന്റെ കാലഘട്ടത്തിൽ നിന്ന് പൂർണ്ണമായി അടർത്തിയെടുത്തു വായിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ജോർജ് ഓർവെലിന്റെ 1984 വായിക്കുമ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാതെ ആ നോവലിന്റെ മുഴുവൻ ശക്തിയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? മികച്ച ചോദ്യം. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ന്യൂ ക്രിറ്റിക്സിന്റെ ഏറ്റവും വലിയ വിമർശനവും. അതിനൊരു മറുപടി എന്നോളം വന്നവരാണ് മാർക്സിസ്റ്റ് വിമർശകർ. മാർക്സിസ്റ്റ് ക്രിറ്റിക്സ്. അവർ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഒരു സാഹിത്യകൃതിയും ശൂന്യതയിൽ നിന്നുണ്ടാകുന്നതല്ല. അതുണ്ടാവുന്ന സമൂഹത്തിലെ സാമ്പത്തികവും വർഗപരവുമായ ബന്ധങ്ങൾ അതിൽ പ്രതിഫലിക്കും. തീർച്ചയായും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ഒരാൾ എഴുതിയ കവിതയും വലിയൊരു കൊട്ടാരത്തിലിരുന്ന് എഴുതിയ കവിതയും തമ്മിൽ വ്യത്യാസമുണ്ടാവില്ലേ? സമൂഹത്തിലെ അധികാരഘടനയെ മാറ്റി നിർത്തി കലയെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ഒരു വശത്ത് കൃതി മാത്രം മതിയെന്ന് പറയുന്നവർ, മറുവശത്ത് സമൂഹവും ചരിത്രവും ഇല്ലാതെ പറ്റില്ലെന്ന് പറയുന്നവർ. കൊള്ളാം, നല്ലൊരു ഫൈറ്റ്. അടുത്തതാരായിരുന്നു? അടുത്തത് സ്ട്രക്ചറലിസ്റ്റുകൾ. അവർ ഭാഷാശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. അവർ പറഞ്ഞു, ഒരു കഥയെ ഒറ്റയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കേ. കാരണം ഓരോ കഥയും ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന്, രാജാവ് എന്ന വാക്കിന് അർത്ഥം വരുന്നത് രാജ്ഞി, പടയാളി, പ്രജ തുടങ്ങിയ മറ്റു വാക്കുകളുമായുള്ള ബന്ധത്തിലാണ്. അതുപോലെ എല്ലാ കഥകളിലും ചില അടിസ്ഥാന പാറ്റേണുകളുണ്ട്. നായകൻ, വില്ലൻ, നന്മ, തിന്മ. അതെ, പ്രകൃതി, സംസ്കാരം എന്നിങ്ങനെയുള്ള പാറ്റേണുകൾ ലോകത്തെല്ലായിടത്തുമുള്ള കഥകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്താനാണ് അവർ ശ്രമിച്ചത്. അതായത് ലോകത്തിലെ എല്ലാ കഥകളുടെയും ഒരുതരം ഗ്രാമർ കണ്ടുപിടിക്കാനുള്ള ശ്രമം പോലെ. കൃത്യമായി. പക്ഷേ ആ ഗ്രാമർ അത്ര ഉറപ്പുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കൂട്ടർ വന്നു, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ. പോസ്റ്റ് സ്ട്രക്ചറലിസം. അതെ, പ്രത്യേകിച്ച് ഷാഖ് ദിർദ മുന്നോട്ടുവച്ച ഡീകൺസ്ട്രക്ഷൻ എന്ന ആശയം. അവർ വാദിച്ചത് ഭാഷ വളരെ അസ്ഥിരവും വഴുതിപ്പോകുന്നതുമായ ഒന്നാണ്. അതുകൊണ്ട് ഒരു കൃതിക്ക് ഒരൊറ്റ സ്ഥിരമായ അർത്ഥം കണ്ടെത്തുക അസാധ്യമാണെന്നാണ്.
ഒരു മിനിറ്റ്. അതായത് നമ്മളൊരു പുസ്തകം അടച്ചുവെച്ചാലും അതിലെ വാക്കുകൾ നമ്മളറിയാതെ പരസ്പരം സംസാരിച്ച് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെയാണല്ലോ അത്. ഏകദേശം അതെ. ഒരു വാക്കിന് അതിൽ തന്നെ ഉറച്ച ഒരർത്ഥമില്ല. അതിന്റെ വിപരീത പദവുമായുള്ള വ്യത്യാസത്തിലാണ് അതിന് അർത്ഥം വരുന്നത്. അതുകൊണ്ട് ഭാഷ എപ്പോഴും അസ്ഥിരമാണ്. അപ്പൊ പിന്നെ ഒരൊറ്റ അർത്ഥം എങ്ങനെയുണ്ടാകും? അതുതന്നെ. ഒരു കൃതി വായിക്കുമ്പോൾ നമ്മൾ ഒരർത്ഥം കണ്ടെത്തുന്നു, എന്നാൽ അതേ കൃതിയിൽ തന്നെ അതിന് വിപരീതമായ മറ്റൊരർത്ഥവും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. ഒരു കൃതി അതിനെ തന്നെ ഖണ്ഡിക്കാം, ഡീകൺസ്ട്രക്ട് ചെയ്യാം. അർത്ഥം എന്നത് വായനക്കാരനും കൃതിയും ചേർന്നുള്ള ഒരു കളി പോലെയാണ്. ഈ തിയറി യുദ്ധങ്ങളുടെ കൂടെ തന്നെ സാമൂഹികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടുകളും ശക്തിപ്പെട്ടു, അല്ലേ? തീർച്ചയായും. സാഹിത്യം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഉയർന്നുവന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലെൻസുകൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഫെമിനിസ്റ്റ് വിമർശനം. ഫെമിനിസ്റ്റ് വിമർശനം. അവർ ചോദിച്ചത് വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. സാഹിത്യ ചരിത്രത്തിൽ എത്ര സ്ത്രീ എഴുത്തുകാരുണ്ട്? പുരുഷന്മാരെഴുതിയ കൃതികളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? അവർക്ക് സ്വന്തമായി ശബ്ദമുണ്ടോ? അതോ പുരുഷ കഥാപാത്രങ്ങളുടെ നിഴലുകൾ മാത്രമാണോ? അതെ. അതുപോലെ പോസ്റ്റ് കൊളോണിയൽ വിമർശനം ചോദിച്ചു. സാമ്രാജ്യത്തെ ശക്തികൾ ഭരിച്ചിരുന്ന രാജ്യങ്ങളിലെ സാഹിത്യത്തിൽ അതിന്റെ സ്വാധീനം എങ്ങനെയാണ്? ആരുടെ കഥകളാണ് നമ്മൾ വായിക്കുന്നത്? അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം സാഹിത്യത്തിൽ കേൾക്കുന്നുണ്ടോ? അപ്പോൾ 20-ാം നൂറ്റാണ്ട് നമ്മളെ പഠിപ്പിച്ച പ്രധാന പാഠം ഇതാണ്: ഒരു പുസ്തകത്തിന് ഒരൊറ്റ ശരിയായ വായനയില്ല. ഇല്ല. നിങ്ങൾ ഏത് കണ്ണട വെക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ കാണുന്ന കാഴ്ച. അതെ. ഒരു പുസ്തകം ഒരു മുറിയാണെങ്കിൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം ആ മുറിയിലേക്ക് കടക്കാനുള്ള വ്യത്യസ്ത താക്കോലുകളാണ്. ഇത്രയധികം സിദ്ധാന്തങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം ഇന്ന് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ആരെങ്കിലും ഈ യുദ്ധത്തിൽ ജയിച്ചോ? ആരും ജയിച്ചില്ല. കാരണം യുദ്ധം ഏതാണ്ട് അവസാനിച്ചു. ഇന്നത്തെ സമീപനം കൂടുതൽ ബഹുമുഖമാണ്, പ്ലൂറലിസ്റ്റിക്. ഓക്കേ. ഒരു പ്രത്യേക തിയറിയുടെ കട്ട ആരാധകരായിരിക്കുന്നതിനു പകരം ഇന്നത്തെ വിമർശകർ ഒരു ടൂൾ ബോക്സിലെന്ന പോലെ ഈ ആശയങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. ഒരു നോവൽ വായിക്കാൻ അവർക്ക് ചിലപ്പോൾ മാർക്സിസ്റ്റ് ലെൻസ് ഉപയോഗിക്കാം. അതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ ഫെമിനിസ്റ്റ് ലെൻസും. അതെ. അതിലെ ഭാഷാപരമായ കളികൾക്ക് ഡീകൺസ്ട്രക്ഷനും ഉപയോഗിച്ചേക്കാം. ഒരു സിദ്ധാന്തം മാത്രം ഉപയോഗിക്കുന്നതിലെ പരിമിതികളെക്കുറിച്ച് ഇന്നെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതോടൊപ്പം സാഹിത്യകൃതി അഥവാ ടെക്സ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇന്നൊരുപാട് വിശാലമായില്ലേ? തീർച്ചയായും. മുൻപ് നോവലുകളും കവിതകളുമായിരുന്നു പ്രധാനമെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു നെറ്റ്ഫ്ലിക്സ് സീരീസ്, ഒരു വീഡിയോ ഗെയിം, ഒരു സിനിമ. എന്തിന്? സോഷ്യൽ മീഡിയയിലെ ഒരു മീം പോലും. അതെ, ഒരു മീം അല്ലെങ്കിൽ ഒരു വൈറൽ പരസ്യം പോലും ഒരു ടെക്സ്റ്റാണ്. ഈ സങ്കീർണമായ ആശയങ്ങളെല്ലാം ഉപയോഗിച്ച് ഇവയെയും നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം പുതിയ ചില ചിന്താധാരകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 2 പറയാം. ഒന്ന്, ന്യൂ ഹിസ്റ്റോറിസിസം. ഇവർ ചെയ്യുന്നത് ഒരു സാഹിത്യകൃതിയെ അതെഴുതപ്പെട്ട കാലഘട്ടത്തിലെ മറ്റ് സാധാരണ രേഖകളുമായി ചേർത്തുവെച്ച് വായിക്കുക എന്നതാണ്. സാധാരണ രേഖകളോ? അതെ. ഉദാഹരണത്തിന് ഷേക്സ്പിയറിന്റെ ഒരു നാടകം പഠിക്കുമ്പോൾ അതേ കാലഘട്ടത്തിലെ ഒരു ഡോക്ടറുടെ ഡയറി കുറിപ്പുകൾ, ഒരു നിയമപുസ്തകം, ഒരു പാചകക്കുറിപ്പ് എന്നിവ കൂടി അവർ പരിശോധിക്കും. സാഹിത്യം ഒരു പ്രത്യേക സംഭവമല്ല, മറിച്ച് ആ സംസ്കാരത്തിന്റെ ഭാഗം മാത്രമാണെന്നവർ വിശ്വസിക്കുന്നു. കൊള്ളാം. രണ്ടാമത്തേതോ? മറ്റൊന്ന്, ഇക്കോ ക്രിറ്റിസിസം. അവർ ചോദിക്കുന്നത് സാഹിത്യത്തിൽ പ്രകൃതിയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്നാണ്. പ്രകൃതി ഒരു കഥാപാത്രമാണോ, അതോ മനുഷ്യന്റെ കഥ നടക്കാനുള്ള ഒരു പശ്ചാത്തലം മാത്രമാണോ? പരിസ്ഥിതി പ്രശ്നങ്ങൾ സാഹിത്യത്തിൽ വരുന്നുണ്ടോ? അതെ, എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവരുന്നയിക്കുന്നത്. അപ്പോൾ പ്ലേറ്റോ കവികളെ നാടുകടത്താൻ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങി ഇന്ന് മീമുകളിലെ പരിസ്ഥിതി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നിടം വരെ നമ്മളെത്തി. ഈ ചർച്ചയുടെ കാതൽ നമുക്കൊന്ന് സംഗ്രഹിക്കാം. സാഹിത്യ വിമർശനമെന്നത് ഒരു കൃതിയിൽ എവിടെയോ ഒഴിഞ്ഞിരിക്കുന്ന ഒരൊറ്റ രഹസ്യം കണ്ടെത്തുന്ന പണിയല്ല. അല്ല, മറിച്ച് 2500 വർഷത്തിലേറെയായി തുടരുന്ന ഒരു വലിയ സംഭാഷണത്തിൽ നമ്മളും പങ്കുചേരലാണ്. കഥകൾ എങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്നു, അവയിൽ ഒളിഞ്ഞിരിക്കുന്ന അധികാരഘടനകൾ, സൗന്ദര്യ സങ്കല്പങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൂട്ടം ഉപകരണങ്ങളാണിത്. വളരെ ശരിയാണ്. ഇതിന് നിങ്ങളുടെ സ്വന്തം ജീവിതവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളൊരു സിനിമയുടെ അവസാനത്തെക്കുറിച്ച് കൂട്ടുകാരുമായി തർക്കിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെബ് സീരീസിലെ കഥാപാത്രം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ. അതെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരുതരം സാഹിത്യ വിമർശനമാണ്.
നിങ്ങൾ ആ കഥയെ നിങ്ങളുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും വെച്ച് വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ കോളേജിൽ സാഹിത്യം പഠിക്കുമ്പോൾ കവി ഇതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ടീച്ചർ ചോദിക്കുന്നതിന്റെ 2500 വർഷത്തെ ചരിത്രമാണ് നമ്മളിപ്പോ കേട്ടത്. അതുതന്നെ. ഈ സംഭാഷണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതെ. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ഓക്കേ. അടുത്ത തവണ നിങ്ങൾ ഒരു കഥ വായിക്കുമ്പോഴോ ഒരു സിനിമ കാണുമ്പോഴോ നമ്മളിന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ഒരു പുതിയ ലെൻസ് എടുത്ത് അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ ആ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ മാത്രം ശ്രദ്ധിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ അതിലെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ബന്ധം നിരീക്ഷിക്കൂ. ആ പുതിയ കണ്ടെത്തല് ആ കഥയെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ആദ്യത്തെ അഭിപ്രായത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിച്ചേക്കാം. അതെ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കളി രസകരമായിരിക്കും.